എന്നെ ഇട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയി, ഇങ്ങോട്ടാ പോയാൽ കണ്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഹസ്ബൻഡെ കിട്ടും. എന്താ ചെടി നോക്കാൻ പോകുന്നത്? അവിടെയൊക്കെ പോയി ചെടി നോക്കുന്നുണ്ട്. എന്തോ വാങ്ങിക്കണം ഒരു ഇല്ല, അതൊക്കെ വാങ്ങിക്കേണ്ടി ഈ സൈഡിലൊക്കെ ഉണ്ടല്ലേ വാട്ടർ വീഴുന്ന ഒരു കപ്പും സോസും ഈ കാണുന്നതെല്ലാം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പ്ലാന്റാണ്. അടുത്ത മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിപ്പോൾ ഷോയാണ് കേട്ടോ, അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിനകത്തുനിന്നൊന്നും തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതൊരു ഒരു കപ്പും സോസറും ഒരു സോസും ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങനെ കാണുന്നത്. ഈ സെക്ഷനൊന്നും തന്നെ വാങ്ങിക്കാൻ പറ്റില്ല. നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റുകൾ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ആഫ്രിക്കൻ വയലറ്റും അവിടെ എല്ലാ ചെടികളും തന്നെ നമുക്കിവിടെയുണ്ട്. അതുപോലെ തന്നെ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ട്, സെറാമിക് പോട്ടുകൾ വളരെ നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട്. ഓരോ പോട്ടിൻ്റെയും വില നല്ല അടിപൊളി വിലയാണ്. ഇത്രയുള്ള ചെറിയൊരു പോട്ടിനൊക്കെ 34 രൂപയാണ് കൊടുക്കുന്നത്. സെറാമിക് പോട്ടുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഡോർ വീടിനുള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമുക്ക് കരിയാപ്പൊക്കെ വെക്കുവാണെങ്കിൽ ഇതേമാതിരിയുള്ള പോട്ടിലാണ്. ഇത് ഫൈബറാണ്. ഇത് പിന്നെ സെറാമിക് അല്ല, ഇത് ഫൈബറാണ്. ഇത് പക്ഷേ സെറാമിക്കാണ് കേട്ടോ. ഇത് സെറാമിക്കല്ല, ഇത് ഫൈബറാണ്. സെറാമിക്കിൻ്റെ ഒക്കെ നല്ല നല്ല കട്ടിയുണ്ട്. ഇതേമാതിരി എല്ലാം സെറാമിക് സാധനമാണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റ് വെക്കാനായിട്ടുള്ള സാധനങ്ങൾക്ക് സെറാമിക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കുറച്ച് വീടിൻ്റെ കളക്ഷനുണ്ട്. നമുക്ക് ആ പിന്നെ ഇപ്പോഴത്തെ ഫ്ലവർ ഷോയുടെ സെക്ഷൻ കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ ഈ നഴ്സറി ഈ 35 വർഷത്തെ ആനിവേഴ്സറി ആണ്. അപ്പോൾ അതായത് 20% ഓഫ് അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിനിടയിൽ നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അവർ സെറ്റ് ചെയ്യാനായിട്ട്. ഏറ്റവും കൂടുതൽ കളക്ഷൻ ഡാലിയയുടെ കളക്ഷനുണ്ട്. അതുപോലെ തന്നെ ബ്ലോസത്തിൻ്റെ കളക്ഷനുണ്ട്. ചെറി ബ്ലോസത്തിൻ്റെയും കളക്ഷൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇൻഡോറിൻ്റെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ നമ്മൾ ഔട്ട് സൈഡിലേക്കുള്ള പ്ലാന്റുകൾ വാങ്ങിക്കുന്നത്. ഡാലിയയുടെ കളക്ഷൻ ധാരാളം. പിന്നെ ചില ചേമ്പുകളുടെയൊക്കെ കളക്ഷൻ നമുക്ക് ചേമ്പുകാർക്ക് ഭയങ്കര ഭ്രാന്താണ്. ചെടികളുടെ കാര്യത്തിൽ വരെ എല്ലാം വേറെ ആരെങ്കിലും ഉണ്ടാകും. എന്ത് ചെടികളും അവർ സൂപ്പറായിട്ട് എല്ലാം വാങ്ങിക്കും. ഈ ഒരു നഴ്സറി വർഷങ്ങളായിട്ട് ഇവിടെയുള്ളതാണ്. ഞാൻ എല്ലാ വർഷവും ഇതിൻ്റെ വീഡിയോസ് ഇടാറുള്ളതാണ്. നിങ്ങളെൻ്റെ പഴയ വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഇവിടുത്തെ മിക്ക എല്ലാ ചെടികളും പബ്ലിഷ് ആവുന്നത് നമുക്ക് നമ്മുടെ ചാനൽ വരാറുള്ളതാണ്. അപ്പം ഇതിൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ ഞാൻ ഇവിടെ മാർച്ച് ഏതായിട്ടുള്ളൂ. ഇന്നത്തെ സെലിബ്രേഷൻ്റെ വീഡിയോസ് ഒന്ന് ഭയങ്കര റഷാണ് ഇതിൽ. ഇൻഡോർ പ്ലാനാണെങ്കിലും ഇവിടെ നല്ല റഷാണ് ഇതിനകത്ത്. അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്കതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ കമൻറ്റുകൾ പറയുക. പിന്നെ എറിക്സ് നഴ്സറിയിൽ നമ്മുടെ ന്യൂയോർക്ക് ലോങ് ഐലൻഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഗാർഡനാണ്. ഔട്ട് സൈഡിലൊക്കെ സെറ്റിംഗ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പോയി കണ്ടുപിടിക്കട്ടെ. എവിടെയാണ് പുള്ളിക്കാരൻ? എവിടെയോ മറഞ്ഞു. വരുന്നുണ്ട്. എന്താ ഇവിടെ നോക്കി ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ പുള്ളിക്കാരനെ കണ്ടുപിടിച്ചു. ഗൈസ് ഒരു പ്ലാന്റ് എടുത്തു അല്ലേ പുള്ളി. എനിക്കൊരു ഓർക്കിഡ് എടുത്തു. ഇത് പുള്ളിക്കാരന് ഇഷ്ടമാണെന്ന് പറയുന്നു. കാണിച്ച് ഓക്കെ.
ഞാൻ എന്നെയാ തിരിച്ചു വെച്ചിരിക്കണേ. ഓക്കെ, എടുത്തോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്ക്. എന്താ എൻ്റെ പേര്? 3 കളറുണ്ടോ? അല്ലെങ്കിൽ 3 കളറുള്ള ഒരു ചെടി എടുക്കും. ഇവിടെ ഇതിൻ്റെ അരികൾ വരുന്ന കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാവേ. നമ്മൾ ഡാലിയയുടെ ഒക്കെ ഓർഗാനിക് വിത്തുകൾ ഒക്കെ വരുന്നതും അതുപോലെ അതിന് ഉപയോഗിക്കേണ്ട വളങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ ഇതിൻ്റെ വളങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാണകപ്പൊടി ഇവിടെയുണ്ട്, എല്ലുപൊടിയുണ്ട്. ഈ ഒരു സെക്ഷനിലൊക്കെ നല്ല എല്ലുപൊടിയുടെ മണമാണ്. ഒരാൾ ചെടി എടുക്കാൻ പോയിട്ട് കാണുന്നില്ല, എന്തോ ഒരു ചെടിക്ക് പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ചെടി എടുക്കാൻ പോയിരിക്കണം. ഇതൊക്കെ വളങ്ങളാണ് കേട്ടോ, ഈ ശരീരത്തിൽ തന്നെ വളങ്ങളാണ്. വിത്തുകൾ ഞാൻ കാണിക്കാം. നമുക്ക് വിത്തുകൾ കാണിക്കാം. ഇതല്ലേ ഈ ഇരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഈ ചെടികളുടെ വിത്തുകളാണ്. നമ്മളത് ഇതിനകത്ത് കാണുന്ന ഉള്ളിയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഈ ചെടികളുടെയൊക്കെയാണ്. പിന്നെ എല്ലാ ചെടികളും ഉണ്ട്. ഇവിടെ ഡാലിയയുടെയും ഈ ചെടികളൊക്കെ വിത്തുകളൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത്. വേരുകളാണ്. ആ വേരുകൾ നമ്മൾ കിളിപ്പിച്ചെടുക്കണം. ബോൺമീലൊക്കെ ഉണ്ട് കേട്ടോ, ഫ്ലവറിന് കൊടുക്കാനുള്ള. 2 ചെടിയുമായിട്ട് വരുന്നുണ്ട്. ചെടിയുടെ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരന് ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ വണ്ടി വിട്ടു. അപ്പം നമുക്ക് അടുത്ത സെക്ഷനുള്ള ചെടികൾ നോക്കാം. ഇതെല്ലാം ഡാലിയയുടെ കളക്ഷൻ ധാരാളം ഉണ്ട് കേട്ടോ. ഡാലിയയുടെ കിഴങ്ങുകളൊക്കെ നമുക്കിടാം. അതുപോലെ വലിയ വലിയ മരങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുമാതിരി ഇതെല്ലാം ഇൻഡോറിൽ വെക്കേണ്ട മരങ്ങളാണ്. ഇവിടെ മനുഷ്യൻ ക്രേസികളാണ് ചെടിക്ക്. എന്നെ ഗ്യാസ് പറഞ്ഞോളൂ. ഇതാണ് മണി പ്ലാന്റ്, റബ്ബർ മണി പ്ലാന്റ് ഇൻഡോറാണ്. പിന്നെ നമ്മുടെ ഈ ചെടികളുള്ള ഇത് ബദാമിൻ്റെ മരമാണ്. ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ബദാമിൻ്റെ മരങ്ങളാണ്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ് ഇപ്പോൾ ഇരിക്കണം എല്ലാം കേട്ടോ. ഔട്ട്ഡോറിലെ പ്ലാന്റുകളൊന്നും വന്നിട്ട് ഉണ്ടല്ലേ വളർത്തിരിക്കുന്ന സംഭവമുണ്ടല്ലോ. ഒരാൾ ചെടി എടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ക്യാമറയ്ക്കകത്ത് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹസ്ബൻഡ് ഇവിടുന്ന് അങ്ങേ അറ്റത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഓർക്കിഡുകളൊക്കെ ഉണ്ട്. ഒന്നിനും മണ്ണില്ലാതെ തന്നെ വേരിൽ കളിച്ചിരിക്കുന്നുണ്ട്. നല്ല വിലയാട്ടോ. ഈ പ്ലാന്റിനൊക്കെ ഓൾമോസ്റ്റ് $80 വിലയാണ്. ഇത് കണ്ടിട്ടില്ല. ഇത് നമ്മൾ ഇച്ചിരി അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെയുള്ള ചെടികളാണ്. ബോൺസായി ചെടികളാണെങ്കിൽ നിൽക്കുന്നത്. ഇതെല്ലാം ബോൺസായി മരങ്ങളാണ്. ഇതെല്ലാം 20% ഓഫുണ്ട്. ഇഷ്ടപ്പെട്ടത് ചെടി എടുത്തുള്ള അതിന് നിന്ന് അങ്ങോട്ട് പോയി. മണി പ്ലാന്റുകളാണ്. മണി പ്ലാന്റുകൾ പല സൈസിലെ പല കളറിലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 2 ടൈപ്പുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിൽ പല സൈസിലാണ് മണി പ്ലാന്റ്. പക്ഷേ ഓർക്കിഡിനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇപ്പോൾ കാണുന്നത്. ഇത് സക്ലൻ പ്ലാന്റാണ്.
ഇതുപോലൊരു ഗ്ലാസ് ജാറിൽ അവർ വുഡിൻ്റെ പീസൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്യണം. ഇത് ഇതിനകത്തിരിക്കണം എന്നുള്ള കളക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ഇച്ചിരുമ്പോൾ കുറച്ചുകൂടെ കൂടെ കളക്ഷൻ വരും. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് പ്ലാന്റ്. എല്ലാ കളറും ഇതിൻ്റെ ഈ കളറ് എനിക്കിഷ്ടമുണ്ട്. ഇനി എൻ്റെ ഫോക്കസ് ആ പിങ്കും ഈ ഓറഞ്ച് എനിക്കുണ്ടെങ്കിൽ ഈ ഓറഞ്ച് യെല്ലോ ആണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓർക്കിഡാണ്.